ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഹിന്ദുമതവും ബുദ്ധമതവും രണ്ടും രണ്ട് വഴികളല്ലേ എന്നാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നതല്ലേ? എന്നാൽ ഈ രണ്ട് വിശ്വാസങ്ങൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന, അതിശയിപ്പിക്കുന്ന ചില ബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങാം ദേവി ഗീതയിൽ നിന്നുള്ള ഈയൊരു ശക്തമായ ഉദ്ധരണയോടെ. ഏതെങ്കിലും ഒരു മതത്തിന്റെ പേര് പറയുന്നതിനു മുമ്പ് തന്നെ ഈ വരികൾ നമ്മളെ ഒരു പൊതുവായ ആശയത്തിലേക്ക് എത്തിക്കുന്നു. അതായത്, ഈ രണ്ട് പാരമ്പര്യങ്ങളിലും ഒരുപോലെ കാണുന്ന സ്ത്രീ ദൈവികത എന്ന സങ്കല്പത്തിലേക്ക്. അപ്പോ ഇതാണ് ഇവിടത്തെ ഏറ്റവും രസകരമായ കാര്യം. താന്ത്രിക ബുദ്ധമതത്തിന് പലപ്പോഴും മറ്റു ബുദ്ധമതരൂപങ്ങളെക്കാൾ കൂടുതൽ സാമ്യം ഹിന്ദുമതവുമാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. പൊതുവെയുള്ള നമ്മുടെ ധാരണയെ നമുക്കൊന്ന് മാറ്റി നിർത്താം. ഈ രണ്ട് മതങ്ങളും നമ്മൾ കരുതുന്ന പോലെ അത്ര വ്യത്യസ്തമാണോ? അതോ നമ്മൾ കാണാത്ത എന്തെങ്കിലും ആഴത്തിലുള്ള ബന്ധങ്ങൾ അവയ്ക്കിടയിലുണ്ടോ? ആ ഒരു രഹസ്യമാണ് നമ്മളിവിടെ ചുരുളഴിക്കാൻ പോകുന്നത്. ശരി, അപ്പൊ നമുക്ക് ഇതിന്റെ ആഴത്തിലേക്കൊന്ന് ഇറങ്ങി നോക്കിയാലോ? ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വ്യക്തമായ ഒരു തെളിവിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. രണ്ട് പാരമ്പര്യങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഒരു ദേവത. അതെ, നമ്മൾ സംസാരിക്കുന്നത് താരാദേവിയെക്കുറിച്ചാണ്. ഈ ദേവിയാണ് ശരിക്കും പറഞ്ഞ ഈ രണ്ട് വിശ്വാസങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണ്. ഇവിടെ നോക്കൂ, ബുദ്ധമതത്തിൽ താര ആരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ ബോധിസത്വന്മാരിൽ ഒരാൾ. എന്നാൽ ഹിന്ദുമതത്തിലേക്ക് വന്നാലോ, അവിടെ താര സാക്ഷാൽ ദുർഗാദേവിയുടെ ഒരു രൂപമാണ്. കണ്ടില്ലേ, റോളുകളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും രണ്ടിലും താര ഒരു പരമശക്തിയും എല്ലാവരോടും കാരുണ്യമുള്ള ഒരു ദേവിയാണ്. അപ്പോ ഈ ബോധിസത്വൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. വളരെ ലളിതമാണ്. സ്വന്തം മോക്ഷം അല്ലെങ്കിൽ നിർവ്വാണം മാറ്റിവെച്ചിട്ട് മറ്റുള്ളവരെ സഹായിക്കാനായി നിലകൊള്ളുന്ന ഒരാൾ. അതാണ് ബുദ്ധമതത്തിൽ താരയുടെ റോൾ. ഇതൊരു ഭയങ്കര മനോഹരമായൊരു സങ്കല്പമാണ്. ഈ സംസാരസാഗരം, അതായത് ഈ ജീവിതമാകുന്ന കടൽ കടത്തിവിടുന്ന ഒരു രക്ഷകൻ, ആ ഒരാശയം രണ്ടിലുമുണ്ട്. താര എന്ന വാക്കിന്റെ അർത്ഥം തന്നെ രക്ഷിക്കുന്നവൾ അല്ലെങ്കിൽ അക്കരെ എത്തിക്കുന്നവൾ എന്നൊക്കെയാണ്. അപ്പോൾ ആ പേരിൽ തന്നെയുണ്ട് ആ പൊതുവായ സ്വഭാവം. ഇനി കഥ ഇവിടെ തീരുന്നില്ല. താര ഒരു തുടക്കം മാത്രമാണ്. നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. അപ്പോൾ കാണാം ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന്. ദാ കണ്ടോളൂ, ബുദ്ധമതത്തിലെ വജ്രയോഗിനി, ഹിന്ദുമതത്തിലെ ഛിന്നമസ്ത. സത്യത്തിൽ ഇത് രണ്ടും ഒരേ ദേവതയുടെ രണ്ട് ഭാവങ്ങളാണ്. അപ്പോ താര ഒരൊറ്റപ്പെട്ട ഉദാഹരണമല്ലെന്ന് ഇപ്പൊ വ്യക്തമായില്ലേ? ഈ ചിത്രീകരണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് ഒരേപോലെയാണ്. തലയില്ലാത്ത ഉടൽ, ഒരു കൈയിൽ സ്വന്തം തല പിടിച്ചിരിക്കുന്നു, കഴുത്തിൽ നിന്ന് വരുന്ന രക്തം സ്വയം കുടിക്കുന്നു. ഇതൊരിക്കലും യാദൃച്ഛികമായി വരാൻ സാധ്യതയില്ല, അല്ലേ? ഇതിന് പിന്നിൽ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം തന്നെയുണ്ട്. അപ്പൊ നമ്മൾ കണ്ടു, ദേവതകൾ ഒന്നാണ്. പക്ഷെ പ്രധാന കാര്യം എന്താന്ന് വെച്ചാല് ഈ ബന്ധം അവിടെയൊന്നും നിൽക്കുന്നില്ല. അത് അതിനേക്കാൾ ഒരുപാട് ആഴത്തിലുള്ളതാണ്. ദാ ഈ ലിസ്റ്റ് നോക്കൂ. ഉഗ്രരൂപത്തിലുള്ള ദേവതകളും തലയോട്ടിമാലകളും രണ്ടിലുമുണ്ട്. ആചാരങ്ങൾക്കായി ശ്മശാനങ്ങൾ ഉപയോഗിക്കുന്നത് അതും കോമണാണ്. പിന്നെ യോഗാഭ്യാസങ്ങൾ, മന്ത്രങ്ങളുടെ വൈദികമായ വേരുകൾ, എന്തിനധികം വിഗ്രഹങ്ങൾ എങ്ങനെ നിർമ്മിക്കണമെന്നുള്ള നിയമങ്ങൾ വരെ. ഒരുപാട് കാര്യങ്ങളിൽ ഈ പൊതുവായ അടിത്തറ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗത്തേക്ക് വരാം. അതായത്, ഇത്രയധികം സാമ്യങ്ങളുണ്ടെങ്കിൽ ഇവരുടെ പ്രധാന തത്വചിന്തകളിൽ അത് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത്? കാരണം ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ അത് രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഹിന്ദുമതം പറയുന്നത് ഒരു സ്ഥിരമായ ആത്മാവുണ്ടെന്നാണ്. എന്നാൽ ബുദ്ധമതം പറയുന്നു അങ്ങനെയൊരു സ്ഥിരമായ ആത്മാവ് അല്ലെങ്കിൽ അഹം ഇല്ല എന്ന്. ഇത് രണ്ടും നേർവിപരീതമല്ലേ? അതെ, ഒറ്റനോട്ടത്തിൽ അതൊരു വലിയ വൈരുദ്ധ്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു ഉദ്ധരണി പറയുന്നത് എന്താണെന്ന് നോക്കൂ. നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാൽ ഈ വ്യത്യാസം ഇല്ലാതായിപ്പോകും. എങ്ങനെയാണെന്നല്ലേ? ഇതാണ് അതിന്റെ ഉത്തരം. ഈ ടേബിൾ നോക്കൂ. ഇത് കാര്യങ്ങൾ വളരെ വ്യക്തമാക്കും. ഹിന്ദുമതം പറയുന്നു ആത്മാവ് ബ്രഹ്മമാണെന്ന്. അതായത് നമ്മുടെ ഉള്ളിലെ ആത്മാവ് തന്നെയാണ് ആ പരമമായ സത്യം. ഇനി ബുദ്ധമതത്തിലേക്ക് വന്നാലോ? അവർ പറയുന്നു മനസ്സ് ബുദ്ധനാണെന്ന്. അതായത് നമ്മുടെ ശുദ്ധമായ ബോധം തന്നെയാണ് ജ്ഞാനോദയം. കണ്ടില്ലേ, ഉപയോഗിക്കുന്ന വാക്കുകൾ വേറെയാണെങ്കിലും രണ്ടും വിരൽ ചൂണ്ടുന്നത് ഒരേ കാര്യത്തിലേക്കാണ്. നമ്മുടെയൊക്കെ ഞാൻ എന്ന അഹംഭാവത്തിനും അപ്പുറത്തുള്ള ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക്. അപ്പോ അവസാനം എന്താണ് മനസ്സിലാകുന്നത്? രണ്ട് പാരമ്പര്യങ്ങളുടെയും ലക്ഷ്യം ഒന്നുതന്നെ.
വാക്കുകൾക്കും ആശയങ്ങൾക്കും ചിന്തകൾക്കുമൊക്കെ അപ്പുറത്തുള്ള ആ സത്യത്തെ അറിയുക, ആ ഞാൻ എന്ന ചെറിയൊരു ലോകത്ത് നിന്ന് പുറത്തുകടക്കുക. അപ്പോ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ഈ ബന്ധങ്ങൾക്കെല്ലാം കാരണമെന്താണ്? അതെല്ലാം തുടങ്ങുന്നത് ഒരിടത്തുനിന്നാണ്. ബുദ്ധമതം വരുന്നതിനു മുൻപുള്ള ഒരു പൊതുവായ വൈദിക സംസ്കാരത്തിൽ നിന്നാണ് ഈ ദേവതകളും ആശയങ്ങളുമെല്ലാം വരുന്നത്. അപ്പോ നമുക്ക് ഈയൊരു ചിന്തയോടെ അവസാനിപ്പിക്കാം. പണ്ടുകാലത്ത് ഈ വിശ്വാസങ്ങൾക്കിടയിലെ അതിർവരമ്പുകൾ ഇത്രയ്ക്ക് നേർത്തതായിരുന്നുവെങ്കിൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഹിന്ദു, ബുദ്ധൻ എന്നൊക്കെയുള്ള ലേബലുകൾക്ക് യഥാർത്ഥത്തിൽ എന്തർത്ഥമാണുള്ളത്? ഒരുപക്ഷേ ഈ ലേബലുകൾ കാരണം നമ്മൾ കാണാതെ പോകുന്ന, മറന്നുപോയ എന്തെങ്കിലും വലിയ സത്യങ്ങൾ ഉണ്ടാകുമോ?